SUCI ഈ സമരത്തിൻ്റെ പിന്നിലുണ്ട്. സത്യമാണ്. SUCI സമരത്തിൻ്റെ പിന്നിലുണ്ട്. മഴവിൽ സഖ്യം കാണണമെങ്കിൽ യുദ്ധത്തിന് വിരുദ്ധമായിട്ട് കൽക്കട്ടയിൽ നടത്തിയൊരു റാലിയുണ്ട്. നിങ്ങൾ അതിൻ്റെ ചിത്രം എടുത്തൊന്ന് കാണണം. CPIM-ൻ്റെ SUCI-യുടെയും കൂടി ഒന്നിച്ച് കെട്ടിക്കൊണ്ടുള്ള റാലി. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ മഴവിൽ ഫസ്റ്റാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അതിലൊരു മാറ്റം ഉണ്ടാകുന്നത് ശ്രീമതി ടീച്ചറിൻ്റെ കാലത്താണ്. കേരളത്തിലെ ഒരു 3-4 നല്ല ആരോഗ്യമന്ത്രിമാരുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ അതിൽ ശ്രീമതി ടീച്ചർ പെടും. ഇപ്പോൾ വീടുകളിലുള്ള പ്രസവം നിയമവിരുദ്ധമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നതിൻ്റെ കാരണം ആശാപ്രവർത്തകരുള്ളത് കൊണ്ടാണ്. കേരളത്തിനൊരു ഇടതുപക്ഷ മനസ്സുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മാറി വരുന്ന ഈ ഇടതുപക്ഷം എന്ന ലേബലുള്ളവരായാലും അല്ലാത്തവർ വന്നാലും അവർ മുന്നോട്ട് വെക്കുന്ന നയസമീപനങ്ങളിൽ പരസ്യമായിട്ടെങ്കിലും ഒരു ഇടതുപക്ഷ സ്വഭാവം പുലർത്തുന്നു എന്ന് പറയാനെങ്കിലും അവർ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അത് അനാവശ്യമാണെന്നും അത് വികസന വിരുദ്ധമാണെന്നും ഉള്ള ഒരു മെസ്സേജ് ഇടതുപക്ഷം എന്ന ലേബലുള്ളവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു പ്രിസ്ക്രിപ്ഷനാണ്. ഈ പ്രിസ്ക്രിപ്ഷൻ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പതാകവാഹകരായി സോക്കോൾഡ് ഇടതുപക്ഷം മാറുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് വളരെ അപകടകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേ കാര്യം UDF ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളം അപകടമല്ലായിരുന്നു എന്നും കൂടിയാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. 62-ാമത്തെ വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന് ഇവർ ജിയോ ഇറക്കി. കേന്ദ്ര സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ടോ? കേന്ദ്ര സർക്കാർ ഈ കൊടുക്കുന്നത് വളരെ തുച്ഛമായ തുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേന്ദ്ര സർക്കാർ ഇത് കൂട്ടിക്കൊടുക്കേണ്ട കാലം കഴിഞ്ഞു. പക്ഷെ കേന്ദ്ര സർക്കാർ ഒരു വലതുപക്ഷ സർക്കാരാണ്. ഇവർ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കാൻ പറഞ്ഞവരല്ലേ. ഇവരെപ്പോഴാണ് തൊഴിലാളികളെ കേന്ദ്രത്തിൻ്റെ തൊഴിലാളികൾ സംസ്ഥാനത്തിൻ്റെ തൊഴിലാളികളെന്ന് വേർതിരിക്കാൻ പഠിച്ചത്? ഇനി ആ മുതലാളി കേന്ദ്രമാണെങ്കിൽ ആ മുതലാളിയുടെ വീട്ടുപടിക്കൽ സമരം ചെയ്യാൻ ഇവരെ പറഞ്ഞു വിടലാണോ ഇവരുടെ ജോലി? ഇവരെന്താണ് ഈ സമരം നയിക്കാത്തത്? ഒന്നാമത് ആശാസമരം ആരാണ് നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഡിമാൻഡ് എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ആരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് കേരളത്തിലെ അടിസ്ഥാന തൊഴിലാളി വർഗത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഏറ്റവും അടിസ്ഥാന തൊഴിലാളി വർഗത്തിൽപ്പെടുന്ന അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന ഒരു വിഭാഗം ആൾക്കാർ, പിന്നെ സ്ത്രീ തൊഴിലാളികൾ, അവർ ചെയ്യുന്നതാകട്ടെ പൊതു ആരോഗ്യ മേഖലയിലാണ് അവരുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊതു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട സ്ത്രീ തൊഴിലാളികൾ അവർക്ക് ജീവിക്കാൻ 232 രൂപ പ്രതിദിനം എന്നുള്ള വേതനം മതിയാകില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ വേതനം വർദ്ധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു സമരമാണ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് അതാണ് അതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാലും ഈ സ്ത്രീ തൊഴിലാളികൾ കഴിഞ്ഞ 20-ലേറെ വർഷങ്ങളായി കേരളത്തിൽ ഇങ്ങനെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുകയാണെന്നും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അവർക്കൊരു ദിവസം 200 ചില്ലുവാനം രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളതും അവരത് കൂടുതൽ വേതന വർധനവ് ആവശ്യപ്പെടുമ്പോൾ അതിനോട് ഭരണാധികാരികൾ കാണിക്കുന്ന ഒരു സമീപനം, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷം എന്ന ലേബലുള്ള ഭരണാധികാരികൾ കാണിക്കുന്ന സമീപനം, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ നേടിയെടുത്ത് എപ്പോഴും പറയുന്ന ഇത് കേരളമാണെന്ന് പറയുന്ന ഒരു കേരളം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യത്തിൽ നമ്മളെ അലട്ടുന്ന, നമ്മൾ തെരുവിലിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരു ഒറ്റപ്പെട്ട, ഇവരുടെ ആവശ്യം വളരെ പ്രിസൈസാണ്, വളരെ ചെറിയ ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ രാഷ്ട്രീയമായി വീക്ഷിച്ചാൽ അതൊട്ടും ചെറുതല്ല. കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നത്തിൻ്റെ വളരെ വളരെ എവിഡൻ്റ് ആയിട്ടുള്ള, അതായത് അങ്ങേ തീവ്രമായിട്ടുള്ള ഒരു എക്സാമ്പിളാണിത്. അതാണ് ഇത്. ഏറിയും കുറഞ്ഞും ഈ പ്രശ്നം മിക്കവാറും എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതായത് കേരളത്തിനൊരു ഇടതുപക്ഷ മനസ്സുണ്ട് എന്നാണ്.
അപ്പോൾ അതുകൊണ്ട് ഈ മാറി വരുന്ന ഈ ഇടതുപക്ഷം എന്ന ലേബലുള്ളവരായാലും അല്ലാത്തവർ വന്നാലും അവർ മുന്നോട്ട് വെക്കുന്ന നയസമീപനങ്ങളിൽ പരസ്യമായിട്ടെങ്കിലും ഒരു ഇടതുപക്ഷ സ്വഭാവം പുലർത്തുന്നു എന്ന് പറയാനെങ്കിലും അവർ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് അത് അനാവശ്യമാണെന്നും അത് വികസന വിരുദ്ധമാണെന്നും ഉള്ള ഒരു മെസ്സേജ് ഇടതുപക്ഷം എന്ന് ലേബലുള്ളവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞാനത് അവർ പറയുന്നു എന്നുള്ളതിനേക്കാൾ അങ്ങനെ പറയാനാണ് താല്പര്യപ്പെടുന്നത്. ഇതൊരു പ്രിസ്ക്രിപ്ഷനാണ്. ഈ പ്രിസ്ക്രിപ്ഷൻ ഏറ്റെടുത്തുകൊണ്ട് അത് അതിൻ്റെ പതാകവാഹകരായി സോക്കോൾഡ് ഇടതുപക്ഷം മാറുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് വളരെ അപകടകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേ കാര്യം UDF ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളം അപകടമല്ലായിരുന്നു എന്നും കൂടിയാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ UDFന് എങ്ങനെ ഇതിനെ നേരിടണമെന്നും അറിയില്ല. കാരണം ഇത് അവരുടേതായിരുന്നു. ഹൂ സ്റ്റോൾ മൈ ചീസ് എന്ന് ചോദിക്കുന്ന പോലെയാണ് അവർ നിൽക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വൈ കാൻ വി ബി എ ബെറ്റർ കോൺഗ്രസ് പാർട്ടി എന്നൊരു ചോദ്യമാണ് CPIM ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ തിരിച്ച് ഈ സമരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇവരിങ്ങനെ സമരം ചെയ്യുമ്പോൾ ഈ സമരം ആവശ്യം അന്യായമാണ്, അനാവശ്യമാണ് എന്നൊരു വാദം ഇവർക്കില്ല. 232 രൂപ വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം അത് വേണ്ട, ഇത്രയും മതി എന്ന് പറയുന്ന ഘട്ടത്തിൽ എന്ത് സംഭവിക്കും? അവരുടെ കൂടെ സംഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആശാ തൊഴിലാളികളെല്ലാം അവരെ വിട്ടിട്ട് പോകും. അതുകൊണ്ട് ഇത് ന്യായമാണെന്ന് പറയും. പക്ഷെ ഇവിടെ അല്ല ചോദിക്കേണ്ടത്, അവിടെയാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഇവർ നിപ്പ വരുന്നു, കോവിഡ് വരുന്നു, പൊതു ആരോഗ്യ രംഗത്ത് കേരളം ഭരിച്ച ഒരുപാട് നേട്ടങ്ങളുണ്ടെങ്കിലും ഗ്രാസ് റൂട്ടിലേക്ക് ഇത് എത്തിപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അതിലൊരു മാറ്റം ഉണ്ടാകുന്നത് ശ്രീമതി ടീച്ചറിൻ്റെ കാലത്താണ്. അതുകൊണ്ട് ശ്രീമതി ടീച്ചറിനെ കേരളത്തിലെ ഒരു 3-4 നല്ല ആരോഗ്യമന്ത്രിമാരുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ അതിൽ ശ്രീമതി ടീച്ചർ പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പാരാമീറ്റേഴ്സ് അങ്ങനെയാണ്. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പറഞ്ഞാൽ NHMൻ്റെ ഫണ്ടാണ്, ആശാപ്രവർത്തകരാണ്. അവർ ഫീൽഡ് വർക്കേഴ്സായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അശ്രദ്ധമായി കിടന്ന മേഖലകളിൽ ഗർഭധാരണത്തിന് ശേഷം അയൺഗുളിക കഴിക്കാതിരിക്കുന്നവർ, ഡോക്ടറെ കാണാതിരിക്കുന്നവർ, ഇപ്പോൾ വീടുകളിലുള്ള പ്രസവം നിയമവിരുദ്ധമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നതിൻ്റെ കാരണം ആശാപ്രവർത്തകരുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ പൊതുവായ നേട്ടത്തിൽ, കേരള മോഡലിൻ്റെ വർധനവിൽ വലിയ പങ്ക് വഹിച്ച ഒരു കാലാൾപ്പടയുടെ ആവശ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇത് പിന്നീട് ഇവർ പറയുന്ന വാദം എന്താണ്? ഇത് സാമ്പത്തിക പരാധീനത കൊണ്ട് സംസ്ഥാനത്തിന് ഇത് മീറ്റ് ചെയ്യാൻ കഴിയില്ല, ഇത് കേന്ദ്രമാണ് മീറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. ഒന്ന്, ആശാ സ്കീം ഒരു കേന്ദ്ര സ്കീമാണ്. ഇതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ മുന്നിലാണ് സമരം ചെയ്യേണ്ടത്. തെറ്റാണ്. ആശാ സ്കീം അതിൽ കേന്ദ്രത്തിൻ്റെ ഒരു കമ്പോണൻ്റ് ഉണ്ട്, അതിൽ തെറ്റില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൽ കേന്ദ്രത്തിൻ്റെ ഒരു കമ്പോണൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര സഹായം കഴിഞ്ഞ വർഷത്തിൻ്റെ അത്രയും കിട്ടിയില്ല എന്ന് ഇവർ പറയുന്നു. വേറൊന്ന്, നാഷണൽ ഹൈവേ പൂർണ്ണമായിട്ടൊരു കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റാണ്, കേന്ദ്ര സ്കീമാണത്. ആ സ്കീമിൽ സംസ്ഥാന സർക്കാർ അങ്ങോട്ട് ചെന്നിട്ട് പറയുവാണ്, സ്ഥലമെടുപ്പിന് തുക നിങ്ങൾക്ക് അത്രയും കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഒരു 5000 കോടി കൂടി തരാം എന്നങ്ങോട്ട് പറയാം. അപ്പോൾ കേന്ദ്ര സ്കീമിൽ ഇടപെടാം, റോഡിൻ്റെ പണിയാണെങ്കിൽ ഇടപെടാം, ആശമാരുടെ ശമ്പളമാണെങ്കിൽ ഇടപെടാൻ വയ്യ എന്ന് പറയുന്നത് തൊഴിലാളി വിരുദ്ധമാണ്, ഇടതുപക്ഷ വിരുദ്ധമാണ്. ഇപ്പോൾ റോഡിൻ്റെ പണിയിൽ ഇടപെട്ടത് അദ്ദേഹത്തിൻ്റെ വലിയ ഭരണ നേട്ടമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്നാണ് അവർ പറയുന്നത്. അത് തെറ്റാണ്. ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനം ചെയ്തിട്ടുണ്ട്, പക്ഷേ ആദ്യം ചെയ്ത സംസ്ഥാനം കേരളമാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര സബ്ജക്റ്റ് ഉണ്ട്, സംസ്ഥാന സബ്ജക്റ്റ് ഉണ്ട്. അതിൽ കേന്ദ്ര സബ്ജക്റ്റിൽ പെടുന്ന ഒരു വിഷയത്തിൽ കേന്ദ്രം നടപ്പിലാക്കേണ്ട ഒരു സ്കീമിൽ അങ്ങോട്ട് ചെന്ന് പണം കൊടുത്ത് അത് നടപ്പിലാക്കുന്നത് പണം ധാരാളം ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ഈ പദ്ധതി നടപ്പിലാകണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആശമാർ കഞ്ഞി കുടിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഈ സ്കീമിൽ ഇടപെടാം. കേന്ദ്ര സ്കീം ആണെങ്കിൽ പോലും ഇടപെടാമായിരുന്നു. പക്ഷേ ഇത് കേന്ദ്ര സ്കീമല്ല. എന്തുകൊണ്ട്? ഇത് പൊതു ആരോഗ്യം എന്ന് പറയുന്ന വിഷയത്തിൽപ്പെടുന്ന ജീവനക്കാരാണ് ഇവർ. കേന്ദ്രം സ്കീം പ്രഖ്യാപിച്ചത് 2005-ലാണ്. അത് ഇവിടെ ഒരു വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയുടെയൊക്കെ ഘട്ടത്തിൽ, ഇവിടെ വലിയ പ്രശ്നം, കലാപം ഉണ്ടാകുമെന്നുള്ളൊരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ, അന്നത്തെ UPA സർക്കാരൊക്കെ ഒരു സ്കീം പോലെ
ഇത് കുറച്ച് പണം സാധാരണക്കാരുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളത്. തൽക്കാലത്തേക്ക് ഇവരെ അടക്കിയിരുത്താൻ വേണ്ടിയുള്ള തൊഴിലുറപ്പ് പദ്ധതി അതാണ്, കടാശ്വാസം അതാണ്, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വന്നതാണ് ഈ സ്കീം. എന്താണ് സ്കീമിൽ പറഞ്ഞത്? നിങ്ങളിങ്ങനെ തൊഴിലാളികളെ എടുത്താൽ ഞങ്ങൾ കുറച്ച് പണം അവർക്ക് കൊടുക്കാം, നിങ്ങളെ പൊതു ആരോഗ്യത്തിൻ്റെ ഇന്ന മേഖലകളിൽ ഗ്യാപ്പുണ്ട്, അത് ഉപയോഗപ്പെടുത്തിയാൽ ഞങ്ങളത് കൊടുക്കാം എന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ 2005 സംസ്ഥാനത്ത് നടപ്പിലായില്ല. എന്തുകൊണ്ട് നടപ്പിലായില്ല? സംസ്ഥാന സർക്കാർ ഈ സ്കീം നടപ്പിലാക്കാൻ തീരുമാനിച്ചില്ല. 2006 നടപ്പിലായില്ല. 2007 നടപ്പിലാകാൻ കഴിഞ്ഞത് അന്നിരുന്ന ഇടതുപക്ഷ സർക്കാർ ഈ സ്കീം നടപ്പിലാക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ്. ഇവരെ നിയമിച്ചത് പൊതു ആരോഗ്യത്തിന് കീഴിൽ സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന് മാത്രമേ അവിടെ നിയമിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പൊതു ആരോഗ്യത്തിൽ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത് അനുവദിച്ചാൽ ഫെഡറലിസത്തിന്മേലുള്ള കടന്നുകയറ്റത്തിന് നിങ്ങൾ അനുമതി കൊടുക്കുക എന്നും കൂടിയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾ നിയമിക്കുന്ന ജീവനക്കാർക്ക് ചില പ്രവൃത്തികൾ ചെയ്താൽ ഒരു അഡീഷണൽ ഇൻസെൻറ്റീവ് കേന്ദ്രം കൊടുക്കും എന്ന് പറയുന്നത് ശരിയാണ്. അത് ഒരുപാട് കേസിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അധ്യാപകർക്ക് സെൻസസിന് കൊടുത്തിട്ടുണ്ട്, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് കൊടുത്തിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് വേറെ ഒരു കാര്യം. പക്ഷേ ഇവരതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാരാവില്ല. അത് കളവ് പറയുകയാണ്. ഇവരുടെ പൊതു ആരോഗ്യത്തിന് കീഴിലെ ജീവനക്കാരാണ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലെ ജീവനക്കാരാണ്. ആ ജീവനക്കാരെ വോളണ്ടിയർമാരെന്നുള്ള ഓമനപ്പേരിടുന്നത് കൊണ്ട് ഇവർ ജീവനക്കാരല്ലാതാവില്ല. ഇവർ ചെയ്യേണ്ടത് നിർബന്ധിത സേവനമാണ്, അല്ലാതെ അവർക്ക് തോന്നിയാൽ ചെയ്യാവുന്ന സേവനമല്ല. അപ്പം നിർബന്ധിത സേവനമാണ്. അതുകൊണ്ട് വോളണ്ടിയർ എന്നുള്ള പദത്തിന് തന്നെ അർത്ഥമില്ല, അത് കോൺട്രഡിക്ഷനാണ് സത്യത്തിൽ. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത് വേതനമാണ്. അതിനെ ഓണറേറിയം എന്നൊക്കെ വിളിക്കുന്നതിൽ ഒന്നും ഒരർത്ഥവുമില്ല, വേതനമാണ്. ആ വേതനം വളരെ അപര്യാപ്തമാണെന്ന് ഇവർക്കെല്ലാം അറിയാം. അത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഇത് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ കൊടുത്ത നിരവധി ഉത്തരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രേമേന്ദ്രന് കൊടുത്ത ഉത്തരത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് തുടങ്ങുന്നത് ദിസ് ഇസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഫെബ്രുവരി 2025 ഫെബ്രുവരി 25 നടത്തിയ ഒരു കോൺക്ലേവ് ഉണ്ട്, എംപവറിങ് ആശാസ് എന്ന് പറഞ്ഞൊരു കോൺക്ലേവ്. അതിൻ്റെ ശേഷം നടത്തിയ പത്രസമ്മേളനം, പത്രക്കുറിപ്പും നമുക്ക് നെറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അതിൽ പറയുന്നത് ദിസ് ഈസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആൻഡ് മിനിമം വേജസ് കംസ് അണ്ടർ ദി സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ ഇവർക്ക് മിനിമം കൂലി കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ജോലിയാണ്. അപ്പോൾ ഇവരിത് കൊടുക്കുന്നില്ല, പകരം തെണ്ടാം പെരുവഴി പറഞ്ഞു കൊടുത്ത് ഇവരെ റോഡിലേക്ക് വിടുകയാണ്. രണ്ടാമതുള്ളൊരു രാഷ്ട്രീയമായ ചോദ്യം, ഇവർ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കാൻ പറഞ്ഞവരല്ലേ? ഇവരെപ്പോഴാണ് തൊഴിലാളികളെ കേന്ദ്രത്തിൻ്റെ തൊഴിലാളികൾ, സംസ്ഥാനത്തിൻ്റെ തൊഴിലാളികളെന്ന് വേർതിരിക്കാൻ പഠിച്ചു? ഇനി ആ മുതലാളി കേന്ദ്രമാണെങ്കിൽ ആ മുതലാളിയുടെ വീട്ടുപടിക്കൽ സമരം ചെയ്യാൻ ഇവരെ പറഞ്ഞു വിടലാണോ ഇവരുടെ ജോലി? ഇവരെന്താണ് ഈ സമരം നയിക്കാത്തത്? ഈ സംഘടനയ്ക്ക് എന്താണ് അതിനുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തത്? അപ്പോൾ ഇതൊന്നും ഇവർ തയ്യാറാകുന്നില്ല. ഇവരുടെ രാഷ്ട്രീയമായ പാപ്പരത്വമാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സർക്കാർ എന്നുള്ള രീതിയിൽ നമ്മൾ പരിശോധിച്ചാൽ ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ 2015-16 ഇപ്പോൾ 9 വർഷത്തെ കണക്കാണല്ലോ സർക്കാർ പറയുന്നത്. 2015-16 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ കടം 1.57 ലക്ഷം കോടിയാണ്. ഇന്ന് കടം 6 ലക്ഷം കോടിയാണ്. കണക്കനുസരിച്ച് 2024-25 4.29 ലക്ഷം കോടിയാണ്. ഇന്ന് വരാൻ പോകുന്ന കണക്ക് ഇത്രയാണെന്ന് അനൗദ്യോഗിക കണക്കുകൾ പറയും. അപ്പോൾ എന്തു തന്നെ ആയാലും നാളിതുവരെ കേരളം സ്ഥാപിതമായത് മുതൽ 2015-16 വരെ ഉള്ളത് 1.57 ലക്ഷം കോടിയാണെങ്കിൽ അതിൻ്റെ 2 മടങ്ങോ 3 മടങ്ങോ ഈ 9 വർഷം കൊണ്ട് കടക്കാരാക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 232 രൂപയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആശാപ്രവർത്തക 1.25 ലക്ഷത്തിൻ്റെ കടക്കാരിയാണ്. ഇതാണ് ഈ പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം. അപ്പോൾ അങ്ങനെ കടം വരുത്തി വെക്കുന്ന ഈ സർക്കാർ ഈ കടം വാങ്ങുന്ന പണം എന്തിനാണ് വിനിയോഗിക്കുന്നത്? വികസന പ്രവർത്തനത്തിനാണെന്നാണ് ഇവർ പറയുന്നത്. ഹെൽത്തിൻ്റെ സ്പെൻഡിങ്, എഡ്യൂക്കേഷൻ്റെ, ഇപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള സ്പെൻഡിങ് നമ്മൾ പരിശോധിച്ചാൽ 14.7% കഴിഞ്ഞ വർഷം. ഇപ്പോൾ അത് 13.5%. ആരോഗ്യ മേഖലയിലെ സ്പെൻഡിങ് 6.2% ആയിരുന്നു, ഇപ്പോൾ അത് 5.5 ആണ്. ഹൗസിങ്, ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള ഹൗസിങ് 1.7 ആയിരുന്നു, ഇപ്പം 0.1 ആണ്, 0.1%. കുടിവെള്ളത്തിനുള്ളത് 2.3% ആയിരുന്നു, ഇപ്പോൾ അത് 1.7% ആണ്. 0.7% ആണ് കുടിവെള്ളത്തിൽ. അതാണ് ജലജീവൻ മിഷനിലെ പ്രശ്നം. റൂറൽ മേഖല, അർബൻ മേഖല എല്ലാറ്റിലുമുള്ള സ്പെൻഡിങ് പോകുന്നു. പിന്നെ എവിടെയാണ് ഈ പണം പോകുന്നത്? അപ്പോൾ ഈ ജനങ്ങൾക്ക്, പൊതുജനങ്ങളെ ഒന്നും ബാധിക്കാത്ത ഏത് വിഷയത്തിലാണ് ഇവരുടെ സ്പെൻഡ് പോകുന്നത്? അങ്ങനെ സ്പെൻഡ് ചെയ്യാനില്ലാത്ത ഒരു സർക്കാർ
എങ്ങനെയാണ് ഈ ദൂർത്ത് നടത്തുന്നത്? എന്തിൻ്റെ ആഘോഷമാണ് ഈ നടത്തുന്നത്? 15 കോടിയുടെ ഹോർഡിങ് വെച്ചിട്ട് എന്തിൻ്റെ ആഘോഷമാണ് ഇവർ നടത്തുന്നത്? ഏറ്റവും അവസാനം ഈ ആശാപ്രവർത്തകർ ചോദിച്ചത് 26,125 ആശാപ്രവർത്തകർക്ക് പ്രതിദിനം 100 രൂപ വെച്ചെന്ന് പറഞ്ഞാൽ പ്രതിമാസം 3,000 രൂപ, 10,000 രൂപ ആക്കി തരാനാണ് ഏറ്റവും അവസാനം അവർ അഭ്യർത്ഥിച്ചത്. അങ്ങനെ ചെയ്താൽ ഈ സർക്കാരിന് വരുന്ന അധിക ബാധ്യത പ്രതിവർഷം 92 കോടി രൂപ മാത്രമാണ്. ഇത് ചെയ്യാൻ ഈ സർക്കാർ തയ്യാറല്ല. 100 കോടി രൂപ വാഹനം വാങ്ങാൻ വേണ്ടി മാറ്റിയിട്ടേക്ക്, മന്ത്രിമാർക്ക് വാഹനം വാങ്ങാൻ. മന്ത്രിമാരുടെ വാഹനം ഇപ്പം നോക്കൂ, ഏത് വാഹനമാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റാണ്. നാളെ ഇറങ്ങാൻ പോകുന്ന വാഹനം വാങ്ങാൻ വേണ്ടി ഈ തുക മാറ്റിയിട്ടിരിക്കുക. ഈ സർക്കാരിനെ നമ്മൾ എങ്ങനെ ഇടതുപക്ഷ സർക്കാർ എന്ന് വിളിക്കും? അതുകൊണ്ട് ഈ കോൺട്രഡിക്ഷനാണ്, ഇതാണ് ഈ സമരത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അത് ഇവരുടെ മേഖലയിൽ മാത്രമല്ല. ഉദാഹരണത്തിന് KSRTC ഇപ്പം സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു സംഘടിത തൊഴിലാളി പ്രസ്ഥാനമുള്ള ഒരു മേഖലയിൽ അവർ ഏകപക്ഷീയമായിട്ടൊരു കമ്പനി കൊണ്ടുവന്നിട്ട് അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് PSCയിൽ മരവിപ്പിച്ചിരിക്കുക. എന്നിട്ട് പകരം അവർ ചെയ്യുന്ന എന്താണ്? CMD കേരള എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തോട് ദിവസക്കൂലിക്ക് ആളെ എടുക്കാൻ പറയുക, കരാർ അടിസ്ഥാനത്തിൽ എടുക്കുക. എന്നിട്ടൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, CMD കേരള എന്ന് പറയുന്ന വിജയാനന്ദ് സാറ് ചുമതലയിലിരിക്കുന്ന ആ സ്ഥാപനം അഡ്വർടൈസ് ചെയ്യുന്നത് PSC പരീക്ഷ വേണ്ട എന്നാണ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ എന്നിട്ട് പിൻവാതിൽ നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യം, ഇവിടെ സ്വിഗ്ഗി മറ്റ് തൊഴിലാളികൾ അവരുടെ ഒരു ബില്ല് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കൊണ്ടുവന്നു. അവസാനം കർണാടകം കൊണ്ടുവന്നു, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകം. അതിൻ്റെ ഡ്രാഫ്റ്റ് എടുത്ത് വെച്ചിട്ട് അതിലെ റെഗുലേറ്ററി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു കളഞ്ഞു. ഇവർക്ക് നിയമന ഉത്തരവ് കൊടുക്കണം എന്നുള്ളത്, ഇവരെ പിരിച്ചു വിടുന്നതിന് നോട്ടീസ് കൊടുക്കണം എന്നുള്ളത്, ഇവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുന്ന ഇവരുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത്, ഇത് മുഴുവൻ എടുത്തു കളഞ്ഞിട്ട് ഒരു ക്ഷേമനിധി മാത്രം നടപ്പിലാക്കുന്ന ഒരു ഡ്രാഫ്റ്റ് കരട് കൊണ്ടുവന്നിട്ട് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനായിട്ട് കൊണ്ടുവരികയാണ്. അത് മുഴുവൻ പബ്ലിഷ് ചെയ്ത് അതാണ് സൈറ്റിലുള്ളത്. ഈ സംഘടിത തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളോട് എല്ലാം ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്കിതൊന്നും പറയാൻ കഴിയുന്നില്ല. കാര്യം അവരുടെ എല്ലാം പറച്ചിലിൽ നിന്ന് ഈ പ്രസ്ഥാനങ്ങൾ, ഈ രാഷ്ട്രീയ പാർട്ടികൾ അകന്നു പോയിരിക്കുന്നു. പകരം അവരെന്തോ വലിയ വികസനം നടത്തുകയാണെന്നാണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണെന്നാണ് പറയുന്നത്. അരമണിക്കൂർ കൊണ്ട് സ്ഥാപനം രജിസ്റ്റർ ചെയ്യണം. ഇവിടുത്തെ ഒരു പൗരനോട് ഇറങ്ങിയിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവനൊരു വില്ലേജ് ഓഫീസിൽ പോയി ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചു നോക്കൂ. റൈറ്റ് ടു സർവീസ് ഉള്ള സംസ്ഥാനമാണ്. ഇവിടെ എവിടെയെങ്കിലും ഇത് നടക്കുന്നുണ്ടോ? അപ്പോൾ ഇത് മുഴുവൻ ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊരു വികസനം ഇവരിവിടെ കൊണ്ടുവരികയാണ്. ഒരു 6 വരി പാത ലൈറ്റിട്ട് കാണിച്ചിട്ട് അതാണ് വികസനം എന്ന് പറയാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതും ഇവർ മറുപടി പറയുന്നില്ല. എന്ന് മാത്രമല്ല, ആ പാതയുടെ കാര്യത്തിൽ പോലും നിങ്ങളൊരു എലിവേറ്റഡ് പാതയാണ് പണിതുകൊണ്ടിരിക്കുന്നത്. എലിവേറ്റഡ് പാതയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പരിസരത്തുള്ള മുഴുവൻ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, ഹോട്ടലുകളുണ്ട്. ഇവരെയെല്ലാം അന്യവൽക്കരിക്കുന്ന രീതിയിൽ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ വേറെ എവിടുന്നോ വരികയാണ്. കാര്യം കേരളത്തിലെ ഹൊറിസോണ്ടലായിട്ടുള്ള കർവുകൾ നൂർത്ത് നിലവിലുള്ള ദേശീയ പാത വികസിപ്പിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന സാന്ദ്രതയ്ക്കനുസരിച്ച് റോഡ് വികസിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. പക്ഷേ ഈ വെർട്ടിക്കൽ കർവ്സ് പരിഹരിക്കാൻ എന്നുള്ള പേരിലുള്ള ഈ ആകാശപാതകളുണ്ടല്ലോ, ഈ ആകാശപാതകൾക്ക് വേറൊരു ഡിസൈനുണ്ട്. ആ ഡിസൈൻ കാസർഗോഡ് ആരംഭിച്ചിട്ടുണ്ട്. OKIH എന്നൊരു സ്ഥാപനമുണ്ട്, റെസ്റ്റോപ്പ് എന്നും പറഞ്ഞൊരു പ്രോജക്റ്റുമുണ്ട്. നമ്മുടെ സ്മാർട്ട് സിറ്റിയുടെ MD ആയിരുന്ന ബാജു ജോർജിനെയാണ് അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. 5 ഏക്കർ സ്ഥലമെടുത്ത് അവിടെ വണ്ടികളുടെ പാർക്കിങ്ങും റെസ്റ്റ് ഹൗസും എല്ലാം കൂടെ ഉള്ള സൗകര്യമുള്ള, പെട്രോൾ പമ്പും എല്ലാം ഉള്ളൊരു സൗകര്യമുള്ള ഒരു ഡ്രൈവ് ഔട്ട് ഒരു സാധനം ഇവിടെ നിന്ന് പണിയാനാണ് ഇവരുടെ പ്ലാൻ. അതവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യാത്ര ചെയ്ത് കാറിൽ പോകുന്നവർക്ക് ഇത് വളരെ സൗകര്യമാണ്. ഇതിലേ കൂടെയാണ്, ഏത് പട്ടണത്തിലൂടെയാണ് പോകുന്നതെന്നൊന്നും അറിയണ്ട, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇതിൻ്റെ ഓരങ്ങളിൽ താമസിക്കുന്ന, ഇത് മൂലം, ഈ റോഡ് മൂലം ഉപജീവനം കഴിച്ചു വരുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വ്യാപാരികളുണ്ട്. ഇവരെ എന്ത് ചെയ്യാനാണ് പോകുന്നതെന്നുള്ളത് ഈ സർക്കാർ പറയേണ്ട ഒരു ബാധ്യതയും കൂടെ സർക്കാരിനുണ്ട്. അല്ലാതെ ഈ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരുടെ മാത്രം സ്വപ്നം കാത്തുപാലിക്കലല്ല ഇവരുടെ. പക്ഷെ അതൊന്നും ഇല്ലാതെ ലൈറ്റ് ഇട്ടൊരു പാത വെച്ചിട്ട് വോട്ട് പിടിക്കാമോ എന്ന് മാത്രമാണ് നോക്കുന്നത്. ഈ റോഡ് കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഈ സർക്കാർ സമ്മതിക്കില്ലായിരുന്നു. കാര്യം ഒരു വർഷം ഈ റോഡ് പോയി കഴിഞ്ഞാൽ ഈ വ്യാപാരികളുടെ വോട്ട് കൊണ്ട് ഈ സർക്കാർ പരാജയപ്പെടും. ഇലക്ഷൻ്റെ തലേ ദിവസം മാത്രം ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടും.
കാരണം ഒരു ഇലക്ഷൻ ഇതിൻ്റെ റിവാർഡ് കിട്ടും. ഇങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷനിലുള്ള ഒരു വികസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് സർക്കാരിനോട് ചോദിക്കുന്നത്, വിദ്യാഭ്യാസ മേഖലയിലില്ലാതെ, ആരോഗ്യ മേഖലയിലില്ലാതെ, പാർപ്പിട മേഖലയിലില്ലാതെ, കുടിവെള്ളത്തിൻ്റെ മേഖലയിലില്ലാതെ, റൂറൽ മേഖലയിലില്ലാതെ, ഇവിടെ എല്ലാം കുറയുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ സർക്കാർ പറയട്ടെ, ഇത് ഔദ്യോഗിക കണക്കാണ് ഞാൻ പറയുന്നത്, സർക്കാരിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ഇതിൽ മുഴുവൻ കുറവ് വരുത്തിയിട്ട് ഈ കടം വാങ്ങുന്ന പണവും കിഫ്ബി മറ്റേതിൻ്റെ ഒക്കെ പേരിൽ വാങ്ങുന്ന പണവും എല്ലാം കൂടി നിങ്ങൾ എവിടെയാണ് ചെലവഴിക്കുന്നത്? ആരുടെ വികസനത്തിനാണ് നിങ്ങളിത് ഉപയോഗിക്കുന്നത്? അതിന് മറുപടി പറഞ്ഞിട്ട് വേണം ആശാ സമരത്തിന് കൊടുക്കാൻ പണമില്ല എന്നുള്ളതിനും കൂടി പറയാം. ഈ തൊഴിലാളി പ്രശ്നം ന്യായമാണെങ്കിൽ ആ സമരത്തെ ഇവരേറ്റെടുക്കാത്തതിൻ്റെ കാര്യം എന്താ? കേന്ദ്രത്തിനെതിരായിട്ടാണ് സമരം ചെയ്യുന്നതെങ്കിൽ കേന്ദ്രത്തിനെതിരെ ഇവർ സമരം ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? ഇപ്പോൾ SUCI സമരത്തിൻ്റെ പിന്നിലുണ്ട്, സത്യമാണ്. SUCI സമരത്തിൻ്റെ പിന്നിലുണ്ട്. മഴവിൽ സഖ്യം കാണണമെങ്കിൽ യുദ്ധത്തിന് വിരുദ്ധമായിട്ട് കൽക്കട്ടയിൽ നടത്തിയൊരു റാലിയുണ്ട്. നിങ്ങൾ അതിൻ്റെ ചിത്രം എടുത്തൊന്ന് കാണണം. CPIM-ൻ്റെ SUCI-യുടെയും കൂടി ഒന്നിച്ച് കെട്ടിക്കൊണ്ടുള്ള റാലി. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ മഴവിൽ ഫസ്റ്റാണ്. ഇവിടെ തൊഴിലാളിയുടെ കൂലിയെക്കുറിച്ച് ചോദിക്കുന്നിടത്ത് ഇവർക്ക് പ്രശ്നമാണ്. ഇവർ ഈ ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ ഇന്നത് തെറ്റാണെന്ന് അവർ പറയട്ടെ. എന്താ ചെയ്യാത്ത? ഇവർ 7,000 രൂപ വർധന. ഇവർ പറയുകയാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ആണോ? വേറെ 3 സംസ്ഥാനങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞാലോ? പച്ചക്കള്ളം. സർക്കാരിൻ്റെ ചെലവിൽ ആവർത്തിച്ച് പറയുകയാണ്. വിരമിക്കൽ 62ാമത്തെ വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന് ഇവർ ജിയോ ഇറക്കി. കേന്ദ്ര സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ടോ? സംസ്ഥാന സർക്കാർ പിരിച്ചുവിടാൻ ഉത്തരവിറക്കിയത് എന്തുകൊണ്ടാണ്? സംസ്ഥാന സർക്കാർ നിയമിച്ച ജീവനക്കാരായതുകൊണ്ടാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ്. വിരമിക്കൽ ആനുകൂല്യത്തിന് നിങ്ങൾ വെറുതെ ഒരു ആനുകൂല്യം ഇല്ലാതെ പിരിഞ്ഞു പോകാൻ പറഞ്ഞാൽ ഇവരതിനു ശേഷം എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചപ്പോൾ എന്താ ചെയ്യുന്നത്? വിരമിക്കൽ ഉത്തരവങ്ങ് മരവിപ്പിച്ചു. എന്നാലും ഒന്നും കൊടുക്കാനില്ല. ഇവർക്കൊന്നിനും പണമില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് ഒരു വർഷം കൂടി ഉള്ളപ്പോഴാണ്. ഒരു വർഷം കൂടി ഉള്ളപ്പോൾ പ്ലാനിംഗ് ബോർഡിൽ ആളിനെ നിയമിക്കുന്നു, വിജ്ഞാന കേരളത്തിൽ ആളിനെ നിയമിക്കുന്നു. ഇപ്പം KDISC എന്ന് പറയുന്നൊരു ഇത് കൊണ്ടുവരിക. ഞാൻ ചോദിക്കുന്നത് എത്രയോ ഇതൊരു വളരെ ലേറ്റായിട്ട് എമർജ് ചെയ്ത ശാഖകൾ. ഞങ്ങളൊക്കെ പോലും ആ കാര്യത്തിൽ ഒബ്സലീറ്റാണ്. വേറെ IT-യിൽ ആ രംഗത്ത് പ്രാവീണ്യമുള്ള ആരെയെങ്കിലും എടുത്ത് കേരളത്തെ ആ രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ധൂർത്തുകൾ, ചെറുതും വലുതുമായ ധൂർത്തുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഈ കൊടുക്കുന്നത് വളരെ തുച്ഛമായ തുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേന്ദ്ര സർക്കാർ ഇത് കൂട്ടിക്കൊടുക്കേണ്ട കാലം കഴിഞ്ഞു. പക്ഷെ കേന്ദ്ര സർക്കാർ ഒരു വലതുപക്ഷ സർക്കാരാണ്. അതുകൊണ്ട് അവർ കൂട്ടണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവരെ സംബന്ധിച്ച് അവർ കൂട്ടിയാൽ അവർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂട്ടിക്കൊടുക്കേണ്ടതുണ്ട്. അവരിത് കൊണ്ടുവന്നത് തന്നെ സതുദ്ദേശത്തിലല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അവർ കൊണ്ടുവന്നത് അന്നേരം ഇവിടെ പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു പൈസ പെർക്കുലേറ്റ്. അതായത് ഇവിടെ നടക്കുന്നത് ഒരു അക്യൂമുലേഷൻ പ്രോസസ്സാണ്. നിങ്ങൾ നോക്കൂ, ഇന്ത്യ വികസിച്ചു എന്ന് പറയുക, ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് 7%, 8% പറയുക. പക്ഷെ ഓരോ പ്രാവശ്യം നമ്മൾ കണക്കെടുക്കുമ്പോഴും നമ്മളോട് പറയുന്നത് നേരത്തെ രാജ്യത്തിൻ്റെ 50% സ്വത്ത് 1%-ൻ്റെ കയ്യിലായിരുന്നെങ്കിൽ ഇപ്പോൾ 60% 1%-ൻ്റെ കയ്യിലായി, 70% എന്ന് പറഞ്ഞ ഒരു അക്യൂമുലേഷൻ പ്രോസസ്സാണ് ഈ നടക്കുന്നത്. പക്ഷേ ക്യാപിറ്റലിസത്തെ സംബന്ധിച്ച് എന്ത് വേണം? ഈ പ്രോസസ്സ് നിർബാധം നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ ഈ യന്ത്രം ചലിക്കണം, മാർക്കറ്റ് ചലിക്കണം. ഇത് നമ്മൾ ആദ്യമായി കാണുന്നതല്ല. ഇപ്പം വേൾഡ് ബാങ്കിൻ്റെയും മറ്റ് IMF-ൻ്റെയും ഒക്കെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മൾ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ പണം ഇല്ലെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർ വീണ്ടും കടം തരിക, എന്നിട്ട് നമ്മളെ കൊണ്ട് ഇത് ചലിപ്പിക്കുക. എന്നിട്ട് അവർക്ക് കൂടുതൽ അക്യൂമുലേഷന് സഹായകരമായ രീതിയിൽ നിങ്ങൾ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം, നിങ്ങൾ ഗുഡ് ഗവേണൻസ് വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ നയസമീപനത്തിലൂടെ അക്യൂമുലേഷൻ പ്രോസസ്സിനെ ത്വരിതപ്പെടുത്തുക. ഇതാണ്. അപ്പോൾ ഇതേ പ്രക്രിയ ഇവിടെ നടന്നതാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ, കടാശ്വാസത്തിലൂടെ, ഈ ആശാ സ്കീമിലൂടെ ഒക്കെ നടന്നത്. അതിലൊന്നും എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ അവരോട് നമ്മൾ കൂടുതൽ ഇൻസെൻറ്റീവ് വേണമെന്ന് പറയുന്നതിലോ അത് പിടിച്ചു മേടിക്കുന്നതിലോ ഒന്നും തെറ്റില്ല, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷേ അടിസ്ഥാനപരമായി പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അതിൽ പോപ്പുലേഷൻ കൺട്രോളും ഫാമിലി പ്ലാനിങ്, ഈ 2 കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ വിഹിതം റോളുണ്ട്. ബാക്കി എല്ലാ മേഖലയും ഇവർ പ്രവർത്തിക്കുന്ന മേഖല സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. എന്താണ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ചെയ്യുന്നത് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ എന്ന് പറഞ്ഞ് PIP എന്നുള്ള പേരിൽ ഒരു വർഷത്തേക്ക് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്
കേന്ദ്രത്തിനെ അറിയിക്കും. കേന്ദ്രം അത് നോക്കിയിട്ട് അവരുടെ സ്കീമിൽ പെടുന്നതെല്ലാം അപ്രൂവ് ചെയ്ത് തിരിച്ചിങ്ങോട്ട് അയക്കും. അതിന് SIP എന്ന് വേണ്ട ഒരു പേരുണ്ട്. അപ്പോൾ അങ്ങനെ തന്നത് ഇപ്പം നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ നോക്കിയാൽ 926 കോടി രൂപയാണ് അങ്ങനെ അപ്രൂവ് ചെയ്തത്. അത് അങ്ങോട്ട് കൊടുത്തത് അപ്രൂവ് ചെയ്ത് തിരിച്ചു തന്നതാണ്. ഈ 926 കോടി രൂപയിലെ വളരെ തുച്ഛമായ ഒരു പെർസെൻറ്റേജ് മാത്രമാണ് ആശമാരുടെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. 54 കോടി രൂപയോ മറ്റോ വരത്തുള്ളൂ ഒരു വർഷത്തേക്ക്, അത്രേ വരത്തുള്ളൂ. പക്ഷെ മറ്റു പല പ്രോജക്റ്റുകൾക്കും കൂടി ഇതിൻ്റെ ഒരു കമ്പോണൻ്റാണ്. മനസ്സിലായോ? അപ്പോൾ ഇവർക്ക് കൂടുതൽ പ്രോജക്റ്റ് ഉൾപ്പെടുത്തി അങ്ങോട്ട് കൊടുത്താൽ കൂടുതൽ സഹായം കിട്ടും എന്നാണ് വെപ്പ്. ഇത് NHMൻ്റെ ഫണ്ടാണ് നമുക്ക് കിട്ടുന്നത്, അല്ലാതെ ആശമാർക്കുള്ള ഇൻസെൻറ്റീവ് അല്ല കിട്ടുന്നത്. അതിലൊരു കമ്പോണൻ്റ് പലത് കൂട്ടുന്ന കൂട്ടത്തിൽ ഒരു കമ്പോണൻ്റാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇവർ ഡോക്ടർമാർക്ക് NHMൽ ആശമാർ മാത്രമല്ല ഉള്ളത്, ഏതാണ്ട് 96ഓളം അധിക ജീവനക്കാരുടെ കാര്യം സൈറ്റിൽ തന്നെയുണ്ട്. അവർക്കെല്ലാം ശമ്പളം കൊടുക്കുമ്പോൾ ഇവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല, അവർക്ക് നിർബാധം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വർക്കേഴ്സിനോടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ജാതി വ്യവസ്ഥ പോലെ ഉള്ള ഒരു പുച്ഛവും കൂടിയാണ് ഈ തകട്ടി വരുന്നത്. അതുകൊണ്ട് കേന്ദ്രം ഇൻസെൻറ്റീവ് തീർച്ചയായിട്ടും വർദ്ധിപ്പിച്ചു കൊടുക്കണം. കേന്ദ്രത്തോട് ഇൻസെൻറ്റീവ് വാങ്ങാൻ വേണ്ടിയുള്ള സമരത്തിൽ ആശമാരും സംസ്ഥാന സർക്കാരുകളും ഒന്നിച്ചു പൊരുതണം. അതിലെനിക്കൊരു തർക്കവുമില്ല. പക്ഷെ അത് കഴിഞ്ഞാലേ ഇവിടുത്തെ ഓണറേറിയം വർദ്ധിപ്പിച്ചു തരൂ എന്ന് പറയുന്നത് തെറ്റാണ്. പ്രയോറിറ്റി അനുസരിച്ച് ഏതാദ്യം എന്ന് ചോദിച്ചാൽ കൂടുതൽ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ യാത്രയുടെ പ്രസക്തി എന്ന് പറയുന്നത് യഥാർത്ഥ യജമാനന്മാരായിട്ടുള്ള ജനാധിപത്യത്തിലെ യഥാർത്ഥ യജമാനന്മാരായിട്ടുള്ള ജനങ്ങളുടെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കുക. പ്രത്യേകിച്ച് ഇത് 2021 2025 2026 ജനങ്ങൾ വിധി എഴുതേണ്ടതാണ്. അവിടെ വരുന്ന ഈ രാഷ്ട്രീയ നേതൃത്വത്തോട് ഈ നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള നിലപാടെന്ത്? ഞങ്ങളുടെ പണം നിങ്ങൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുൻഗണന ഏതിനാണ്? ഈ ചോദ്യം അവരോട് ചോദിക്കണം. കാരണം അവർ ഭരണാധികാരികളൊന്നും അല്ല, അവർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാത്രമാണ്, അവർ എക്സിക്യൂട്ടീവാണ്. അവരെ നമ്മൾ എക്സിക്യൂഷൻ മാത്രമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തോന്നിയപടി തീരുമാനം എടുക്കാനൊന്നുമുള്ള അവകാശമില്ല. അവർക്ക് നമ്മളെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം, ആ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ അടുത്ത് ഈ ആവശ്യം പറയുക എന്നുള്ളതാണ്. അത് ജനങ്ങൾ അതിൽ തീരുമാനം എടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.